മണ്ണമ്പെട്ട പെരുന്നാൾ 11 സമയത്ത് തണുത്ത് വരച്ച് നേരെ പോകുന്നത് ബേൺസിന്റെ മുന്നിക്ക്. അയ്യോ എല്ലായിടത്തും ബേൺസിന്റെ. ഇത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. എന്തുകൊണ്ട് ഞാൻ ഇവിടേക്ക് മുന്നേ വന്നില്ല എന്നാലും എൻ്റെ റിഗ്രറ്റ്. ചെന്ന് കയറിപ്പോൾ എന്നെ ജാതി പടക്കം പൊട്ടിക്കരുത്. ഇത് എന്ത് തന്നെയാണ്. പിന്നെ പള്ളിയിൽ അമ്മാതി ക്രൗഡും. പിന്നെ ഇവരെ കൊട്ട് ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് എവിടെയാണെന്ന് അറിഞ്ഞു. പക്ഷെ നല്ല രസമായിരുന്നു. പക്ഷെ അവസാന സമയത്ത് എത്തി അത് മാത്രം വിഷമമായി. പിന്നെ ബേൺസിറ്റ് എങ്ങോട്ട് നോക്കണം എവിടെ പോകണം എന്നൊരു കൺഫ്യൂഷൻ മാത്രം. നിറച്ച് ഇവർ പൊടിച്ച പടക്കത്തിൻ്റെ പൈസ ഉണ്ടെങ്കിൽ ഒരു വീട് വയ്ക്കുക. അമ്മാതിരി പടക്കം പൊടിക്കലാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നി പൈസയുടെ കുഴപ്പമെന്ന്. പക്ഷെ ഒരു കാര്യം പറയല്ല, ഏറ്റവും കൂടുതൽ പെരുന്നാൾ എൻജോയ് ചെയ്യുന്നത് എനിക്ക് തോന്നിയത് ഇവരാണ്. എൻ്റെ പൊന്നി എന്തുട്ട് പൊട്ടിയില്ലേ. അതിപ്പോൾ ബേൺസിറ്റ് എല്ലാവരും വൈബ് ഒരു രക്ഷയില്ല. പിന്നെ കുറേ നാൾക്ക് ശേഷം അന്യന്ന് പോയ ഒരു പരിപാടിയാണ് ഈ സംഭവം. ഇത് കുറേ നാളെ ഞാൻ കണ്ടിട്ട് എപ്പോഴും കൊട്ട് കണ്ടുകൊണ്ട് മടുത്ത് ഇപ്പം ഇങ്ങനെ സംഭവം കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അന്നേരം കൊള്ളാം. അതുപോലെ ഇവരുടെ കൊട്ട് നല്ല നല്ല ട്യൂണുകളുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ കുറേ നേരം ഇവിടെ കൊട്ട് നോക്കിയിരുന്നു. ഞാൻ ഇപ്പോൾ എവിടെയും നാസിഡോട് കാണാനില്ല. അതെന്ത് പറ്റി? ഈ ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ എനിക്കും കളിക്കുന്ന ആഗ്രഹിക്കുന്നു. പക്ഷേ ഈടാവൻ്റെ മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ സമ്മതിക്കുന്ന എളുപ്പമല്ല. അതുപോലെ ഇവരെ കൊട്ടാണ് അവസാനമായിട്ട് കണ്ടത്. ഇവരുടെ കൊട്ട് നൈസാണ്. പക്ഷേ ഇവർ ഇരുട്ടത്ത് പോയി നിന്നുകൊണ്ട് അധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല. പിന്നെ എന്താക്കി അവിടുത്തെ പരിപാടി 12 കഴിഞ്ഞപ്പോൾ കൂട്ടാനും കണ്ടു. അവനും കണ്ടു വരുമ്പോൾ ഈ വന്നിട്ട് 1 മണിക്കൂറേ അത്രയും നേരം പടക്കം പൊടിക്കണായിരുന്നു. പിന്നെ ഡാൻസും. അപ്പോൾ ഓക്കെ ബൈ.